ഹായ് ഓൾ, വെൽക്കം ടു അലൈ മീഡിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ മുജീബ് ജയ്ഹൂൻ സാറാണ്. വെൽക്കം സർ. ഈ എഴുത്ത് എന്നുള്ളൊരു മേഖല, ഈ ഒരു മേഖലയിലേക്ക് സാറ് കടന്നു വരാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഐ വാസ് ഓൾവേസ് എ റൈറ്റർ. ഞാൻ എന്നും എഴുതേണ്ട ആളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എഴുതാതെ ആയുസിൻ്റെ കുറേ ഭാഗം പോയതിൻ്റെ വിഷമത്തിലാണ്. അന്നനെ എഴുതിയ മതി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോ താല്പര്യങ്ങൾ എത്തിച്ചേരുന്ന പോലെ ഞാനും പഠിക്കുന്ന കാലത്ത് സ്കൂളാകുമ്പോഴും കോളേജിലാകുമ്പോഴൊക്കെ എൻ്റേതായുള്ള ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സിനെ വായിച്ചിരുന്നു. അല്ലെങ്കിൽ കുറേ കൂടി ശരി, ഞാൻ ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ വായിച്ചെന്ന് പറയാൻ ശരിയായി. സോ ഐ കെയിം അക്രോസ് ഡോക്ടർ ഇക്ബാൽ, മൗലാന ജലാലുദ്ദീൻ റൂമി, names I don't think which are familiar to your generation or the present people. അപ്പോൾ ഇവരൊക്കെ വായിച്ചതിൻ്റെ ഒരു സ്വാധീനത്തിലായിരിക്കും ചിലപ്പോൾ ഞാനും. നമ്മളൊരു കാർട്ടൂൺ കാണുമ്പോൾ അതുപോലെ പറക്കാൻ നോക്കും, അതുപോലെ ഓടാൻ നോക്കും, അതുപോലെ അവരെ പോലെ നമ്മൾ എഴുതാനുള്ളൊക്കെ ഒരു 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 അത്യാഗ്രഹം വന്നു. അപ്പോൾ അവരെ നമ്മൾ മെൻറ്റേഴ്സായിട്ട് നാച്ചുറലി സ്വീകരിച്ചതിന് ഫലമായിരിക്കും ചിലപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നത്. അത് ഒരു മിറാക്കിളസ് സംഭവമായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം അത് നാച്ചുറൽ ഡെവലപ്മെൻ്റാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ പോലെയാണ് നമ്മൾ ആവാൻ ശ്രമിക്കുക, റൈറ്റ്? അപ്പോൾ അവർ ഒരു പ്രത്യേക കാലഘട്ടത്തിലോ പ്രത്യേക വ്യവസ്ഥയിലോ ജീവിച്ചവരായിരിക്കും, നമ്മൾ വേറെ വ്യവസ്ഥയിലോ ജീവിക്കുന്നത്. അപ്പോൾ രണ്ടിനിടയിലുള്ള അന്തരങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മൾ അവരെ പോലെ എഴുതാനും ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെ കാലഘട്ടത്തുമായിട്ട് നമുക്ക് മിസ്മാച്ച് വരും, ഫയൽ നോട്ട് ഫൗണ്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും എഴുതുമ്പോൾ. പക്ഷേ എഴുത്ത് എൻ്റെ ഒരു നാച്ചുറൽ, ഇപ്പം നമ്മൾ വായു ശ്വസിക്കുന്നു, വെള്ളം കുടിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ വാക്കുകളെ അല്ലെങ്കിൽ ആശയങ്ങളെ വാക്കുകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജലാലുദ്ദീൻ റൂമിയെ പോലുള്ള എഴുത്തുകാരെ ഫോളോ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ ഉണ്ടാവുക ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സൂഫിസം അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു തലമുറയോട്, ഈ ന്യൂ ജനറേഷനോട് ആ ഒരു വിഷയത്തിൽ സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് സാർ? അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് പൊതുവേ ഒരു തോന്നുന്നൊരു വിഷയം, നമ്മുടെ മുൻകാല കവികളും പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചിന്തകരൊക്കെ അവർ ചിന്തിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് റീഇൻറ്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇപ്പോഴുള്ള തലമുറയുമായിട്ട് സംവദിക്കാൻ. ഇപ്പോൾ വെച്ചാൽ ഇന്നത്തെ തലമുറ നാളെ എക്സ് തലമുറ ആവും, അന്നത്തെ അവരായിരിക്കും, പുതിയ കുട്ടികളായിരിക്കും അന്നത്തെ തലമുറ. അപ്പോൾ തലമുറ എന്ന വാക്ക് തന്നെ ഒരു റിലേറ്റീവ് വേർഡാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനായിരുന്നു ലേറ്റസ്റ്റ് തലമുറ. ഇപ്പോൾ കാലം മാറിയപ്പോൾ ഞാനൊരു എക്സായി, വേറൊരു കമ്മ്യൂണിറ്റിയോട് റിപ്ലേസ് ആയി. അപ്പോൾ നമുക്ക് കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന പല എഴുത്തുകാരും ചിന്തകരും ഒക്കെ അവരുടേതായ കാലഘട്ടത്തിൽ അവരെ ഭാഷ സംസാരിച്ചവരാണ്. അപ്പോൾ റൂമിയുടെ കാലഘട്ടത്തിലുള്ള ആളുകളായിട്ട് സംവദിക്കാൻ അക്കാലത്തെ ഭാഷയും ഉദാഹരണങ്ങളും പ്രയോഗങ്ങളും ബിംബങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. അല്ലാതെ പുള്ളിയുടെ മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആശയങ്ങളല്ല. അപ്പോൾ വി നീഡ് ടു സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദ പ്രസൻറ്റ്. വർത്തമാനകാലത്തെ ശൈലിയും അതുപോലെ തന്നെ അവരുടേതായുള്ള ഒരു ചിന്താ രീതിയിൽ വേണം നമുക്ക് സംസാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രസിദ്ധമായുള്ള ഒരു സംഭവം, ഫറോ രാജാവുമായിട്ട് ഏറ്റുമുട്ടുവാൻ വേണ്ടിയിട്ട് മോസസിനെ പടച്ചവൻ നിയോഗിക്കുമ്പോൾ മൂസാ നബി പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ അത് 4 പ്രയോഗങ്ങളാണ്. അത് ഈ കമ്മ്യൂണിക്കേഷനിൽ വലിയ ഒരു അതിൻ്റെ ഇറ്റ് ഡിഫൈൻസ് ദ സൈക്കോളജി ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മൂസാ നബി പ്രാർത്ഥിക്കുന്നത് അറബിയിൽ നമ്മൾ ഖുർആനിൽ വായിക്കുന്നതാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സോ ദ ലാസ്റ്റ് പാർട്ട്, ഈ യഫ്ഖഹു ഖൗലി എന്നുള്ളത് ലെറ്റ് ദം അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടെല്ലിങ്. അപ്പോൾ മറ്റുള്ളവർ, നമ്മൾ കേൾക്കുന്നവർ, കാണുന്നവർ
നമ്മുടെ വായിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കണം. അതൊരു പ്രവാചക നിർബന്ധമായിരുന്നു. പിന്നെയുള്ള സാധാരണ എഴുത്തുകാർ അല്ലേ, പ്രവാചകൻ പോലും പഠിച്ചവനോട് വളരെ വിഷമപൂർവ്വം പറഞ്ഞത് ലെറ്റ് ദം അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു പ്രീച്ച്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഓരോ കവികളും ചിന്തകരും എഴുത്തുകാരും ഒക്കെ അവരുടേതായ കാലത്തെ ഭാഷയിൽ സംസാരിച്ചത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ശൈലി സംസാരിച്ചു, അതിനുശേഷമുള്ളവർ വേറെ രീതി സംസാരിച്ചു. സോ പക്ഷേ ശൈലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒറിജിനാലിറ്റിയെ നമ്മൾ കശാപ്പ് ചെയ്യരുത്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഡോണ്ട് യു നീഡ് ടു സൈസ് ദ ഷൂ ടു ഫിറ്റ് ദ ലെഗ്. ഷൂക്ക് വേണ്ടിയിട്ട് കാല് വെട്ടരുത്. കാലിന് വേണ്ടി ഷൂവിനെ നമുക്ക് രൂപപ്പെടുത്താം, മറിച്ചാകരുത്. അപ്പോൾ നമ്മുടെ ആ ഒറിജിനാലിറ്റിയും നമ്മുടെ അസ്തിത്വം ഒക്കെ നമ്മൾ വളരെ മയപ്പെടുത്തുക. സാറിൻ്റെ എഴുത്തുകൾ സൂഫീസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീഡറാണ് നമ്മുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളെക്കുറിച്ച് സാർ എഴുതിയ സ്ലോഗൻസ് ഓഫ് ദി സേജ്, ആ പുസ്തകം എഴുതുമ്പോൾ അത്രയും ആത്മബന്ധം സാറുമായിട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം സാർ ആ ഒരു പുസ്തകം എഴുതാൻ കാരണം. സാറും ശിഹാബ് തങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അതിന് നയിച്ച ഒരു കാര്യം എന്തായിരിക്കും? ശിഹാബ് തങ്ങളുമായിട്ടുള്ള നിങ്ങൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടല്ലോ, അത് തന്നെ രണ്ട് വിഷയങ്ങളാണ്. അത് ആത്മീയമാണ്, അത് ബന്ധവുമാണ്. അതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ശിഹാബ് തങ്ങൾ എന്ന ഒരു വ്യക്തിയെ നമ്മൾ വളരെയധികം എല്ലാവരും ചെയ്ത പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആധുനിക കാലത്ത് നമുക്ക് ഒരിക്കലും തല കുനിക്കേണ്ടി വരാത്ത ഒരു നേതാവാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ. കാരണം ഹി വാസ് മോഡേൺ, യൂസ് ടു വെയർ ദ മോഡേൺ ഡ്രസ്. പക്ഷേ അദ്ദേഹം അസറിൽ വിദ്യാഭ്യാസം നേടിയ ആളാണ്. അതുപോലെ ഒരുപാട് ആത്മീയ കാര്യങ്ങളിൽ ഒക്കെ വളരെ ശ്രദ്ധ ചെലുത്തിയുന്ന ആളാണ്. എന്നാൽ വളരെ യൂണിവേഴ്സലായിട്ടുള്ള ഒരു സൂഫിയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇടയ്ക്ക് വിളിക്കാൻ തോന്നുന്ന 3 വാക്കുകൾ: ഹി വാസ് എ സൂഫി, ഹി വാസ് എ സുൽത്താൻ ആൻഡ് ഹി വാസ് എ സ്റ്റേറ്റ്സ്മാൻ. അപ്പോൾ ഒരു സൂഫി ആയിരുന്നു, ഒരു സുൽത്താനായിരുന്നു. ഓക്കെ, ഹി വാസ് എൻ അരിസ്റ്റോക്രാറ്റിക് ലീഡർ, ഹി ഹെഡ് ഓഫ് എ ബിഗ് ഫാമിലി, എവറിത്തിങ്. കുലീനമായ വലിയ ഒരു കുടുംബത്തിൻ്റെ ഒരു വക്താവായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ സ്റ്റേറ്റ്സ്മാൻ ഇൻ ദ മോഡേൺ സെൻസ്. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലത്തെ ഒരു സ്റ്റേറ്റ്സ്മാൻ, രാഷ്ട്രീയക്കാരനല്ല, ഒരു സ്റ്റേറ്റ്സ്മാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിലപാടെടുക്കണം, എങ്ങനെ പ്രസ്താവന ഇറക്കണം ഒക്കെ വളരെ സൂക്ഷിച്ച് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ 2-3 വർഷം നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നതിന് ശേഷം വന്നിട്ട് വീട്ടിൽ റെസ്റ്റ് ഇരിക്കുമ്പോൾ ആരും സന്ദർശനമൊന്നും പാടില്ലാത്ത സമയത്ത് എനിക്ക് അദ്ദേഹമായിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരവസരം കിട്ടി. അപ്പോൾ ഒരു മനുഷ്യന് നേരിടാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സുൽത്താനായിരുന്നു അപ്പോൾ ശിഹാബ് തങ്ങൾ. 3 വിഷയത്തിൽ ഹി വാസ് അറ്റ് ഹിസ് റോക്ക് ബോട്ടം ലെവൽ. അദ്ദേഹത്തിന് ഏറ്റവും വീക്കസ്റ്റ് ആയുള്ള ഒരു എന്താ പറയുക സന്ദർഭത്തിലാണ് അദ്ദേഹം ഇരുന്നുണ്ടായത്. മനുഷ്യന് ഏറ്റവും വലുത് അവന് ആരോഗ്യമാണ്. അദ്ദേഹം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന്, വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് സന്ദർശകരൊന്നും കാണാനോ അല്ലെങ്കിൽ ജേംസ് സ്പ്രെഡിങ്ങിനൊക്കെ ആ ഒരു റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് ആളുകളെ അയക്കി നിർത്തിയിരുന്ന അത്രയും വൾണറബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. സെക്കൻഡ് വൺ, പുള്ളിയുടെ ഫാമിലിയിലുള്ള വൈഫിൻ്റെ മരണം. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വലിയൊരു ഇറ്റ്സ് യുവർ ബെറ്റർ ഹാഫ് ജസ്റ്റ് ഡിസപ്പിയേഴ്സ് ആൻഡ് യു ആർ ലെഫ്റ്റ് വിത്ത് ദ അതർ ഹാഫ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കൽ, അത് ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയ്ക്ക്, സോ യു ആസ് എ ഇൻഡിവിജ്വൽ യുവർ ഹെൽത്ത് ഇസ് ഗോൺ, ആസ് എ ഫാമിലി പേഴ്സൺ യുവർ വൈഫ് ഇസ് ലോസ്റ്റ്, യുവർ പാർട്ട്ണർ ഇസ് ഗോൺ, യുവർ സ്പൗസ് ഇസ് ഗോൺ. തേർഡ്, ആസ് എ പൊളിറ്റീഷ്യൻ ലീഡർ, ഫേമസ് പേഴ്സൺ, യുവർ പാർട്ടി ഇസ് ഇൻ വെരി ബാഡ് ഡിഫീറ്റ് സിറ്റുവേഷൻ. പാർട്ടി ഇത്രയും എന്താ പറയുക മോശമായി പരാജയപ്പെടാത്ത ഒരു സമയമായിരുന്നു ആ സമയം. അപ്പോൾ 3 രീതിയിലും അദ്ദേഹം ആകെ ഇഞ്ചേർഡായിട്ട് മുറിവേൽക്കപ്പെട്ടുള്ള ഒരു ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പോലും അദ്ദേഹം പാലിച്ച ആ ഒരു മിതത്വം, അത് ഭയങ്കര ക്വാളിറ്റിയാണ്. മിതത്വം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനില്ലാത്ത ഒരു വലിയ ക്വാളിറ്റിയാണ് ഈ മിതത്വം എന്ന് പറയുന്നത്, മോഡറേഷൻ. ഒന്നുകിൽ നമ്മൾ എക്സ്ട്രീമിൽ ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ മറുപക്ഷമായിരിക്കും എക്സ്ട്രീമായിട്ട് മറ്റുള്ള. അപ്പോൾ ആ ഒരു ഇസ്ലാം വിഭാവനം ചെയ്യുന്ന
സ്വപ്നം കാണുന്ന ഒരു മിതത്വം, മൊഡറേഷൻ അദ്ദേഹം വളരെ സുന്ദരമായിട്ട് നിലനിർത്തി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ. എൻ്റെ പോലത്തെ ആരുമില്ലാത്ത ഒരാൾ വന്നിട്ട് പോലും അദ്ദേഹം അത് നിലനിർത്തിയിട്ട്, ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഈ കാര്യങ്ങൾ ചോദിച്ചു. സോ അദ്ദേഹം പറഞ്ഞത് അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാവും, പഠിത്തം ശരിയാക്കും പറഞ്ഞു. ഏത് ആസ് എ പബ്ലിക് ഫിഗർ യു ആർ സീറോ. ഇതൊക്കെ എന്നെ വല്ലാതെ അദ്ദേഹത്തിന് ആകർഷിച്ച ഒരു സ്വഭാവ വിശേഷങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ശിഹാബ് തങ്ങളെ നമുക്ക് ലോകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മലയാളീസിനോടല്ല. കാരണം നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ലോഗൻസ് ഓഫ് സേജ് എന്ന ഇംഗ്ലീഷ് പുസ്തകം എഴുതിയത്. അതിന് വലിയ അംഗീകാരവും സ്വീകാര്യതയൊക്കെ നേടി തങ്ങളെ കൊണ്ട്. സോ അതിൻ്റെ എന്താ പറയുക, ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ, ഫസ്റ്റ് വന്നു ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ, പിന്നെ അതിൻ്റെ തമിഴ് ട്രാൻസ്ലേഷൻ വന്നു, ഫ്രഞ്ച് വന്നു, ഉറുദു വന്നു, മലയാളമുണ്ട്, ഇനി തമിഴുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ അത് ഇനി ജാപ്പനീസ് ഭാഷയിലേക്കും ചിലപ്പോൾ പരിവേഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തങ്ങളുടെ ആ ഒരു മാജിക്കാണ്. ഇതുപോലെ സാറിൻ്റെ വർക്കുകൾ ഒരുപാട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലിറ്ററേച്ചറിൽ ഒരു പ്രോമിനൻറ്റ് ഫിഗറായിട്ട് നിൽക്കുന്ന സാറിന് വരുന്ന ഒരു ജനറേഷനോട്, അപ്കമിങ് ജനറേഷൻ ഇൻ ലിറ്ററേച്ചർ, അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അങ്ങനെ പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. ഒരു ജനറേഷനൊക്കെ പറയാന്ന് പറഞ്ഞാൽ ചില കാര്യമില്ല, ഇത് വലിയ സംഭവമാണ്. അപ്പോൾ ഐ എം സ്റ്റിൽ പാക്കിംഗ് മൈ ബാഗ്സ്. എൻ്റെ യാത്ര തുടങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ ഞാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കൊന്നു നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അസ്തിത്വം, നമ്മുടെ ഒറിജിനാലിറ്റി, നമ്മുടെ സാംസ്കാരികമായുള്ള, നമ്മുടെ ദേശീയമായിട്ടുള്ള, നമ്മുടെ മതപരമായിട്ടുള്ള അസ്തിത്വം നമ്മുടെ നിലനിർത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഈ ഒരു ഗ്ലോബലൈസ്ഡ് എറയിൽ ഗ്ലോബലൈസേഷൻ പറയാനും തുടങ്ങുന്ന വളരെ സുന്ദരമായ കാര്യമാണ്. പക്ഷേ ഗ്ലോബലൈസേഷന് പലപ്പോഴും നാം ധരിക്കുന്നത്, അതായത് തെറ്റിദ്ധരിക്കുന്നത്, ഒരു ആംഗ്ലോ അമേരിക്കൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ആണ് നമ്മൾ ഗ്ലോബൽ എന്ന് വിളിക്കുന്നത്. നമ്മളെപ്പോഴും ആംഗ്ലോ സെൻട്രിക് ആണ്. ഒന്നാമത് നമ്മൾ ബ്രിട്ടീഷർ ഭരിച്ച ഇന്ത്യ ആയതുകൊണ്ടും മാത്രമല്ല, ഇന്ന് നമുക്ക് വെസ്റ്റേൺ സിമ്പിൾസിനോടൊക്കെ ഉള്ള കാണിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു റെസ്പെക്റ്റും അതൊക്കെ നമുക്ക് വലിയ മനസ്സിൽ അവരോട് എന്തൊക്കെ ഒരു നമുക്ക് നമ്മളെ തട്ടിക്കൊണ്ട് പോയവരോട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്നതോട് നമുക്ക് തോന്നുന്ന ചില സാധാരണയുണ്ട്. അതൊരു പ്രത്യേക സൈക്കോളജിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് സ്റ്റോക്ക്ഹോം എഫക്റ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്കതാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഭാഷയുടെ ആ ഒരു മഹത്വം, എല്ലാ സംസ്കാരവും മഹത്വം ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു സംസ്കാരത്തിന് മാത്രം മഹത്വം കൽപ്പിക്കരുത്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ അസ്തിത്വവും നമ്മുടെ ധൈര്യവും ഒക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടെടുക്കണം. എന്നിട്ട് നമ്മൾ പുതിയ കാലത്തെ ടെക്നോളജിയും പുതിയ കാലത്തെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തി. സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോളേജുകളിലേക്ക് ഗസ്റ്റായി പോകുന്ന ഒരാളാണ്. ഇവിടെ എത്തുമ്പോൾ നീലഗിരി കോളേജിനെ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നീലഗിരി കോളേജ് എനിക്ക് എപ്പോഴും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, മോർ ദാൻ ആൻ അക്കാഡമിക് എക്സസൈസ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ മണ്ണിൻ്റെ മണമുള്ള എന്നൊക്കെ പറയുന്ന പോലെ, കവിതയിൽ പറയുന്ന പോലെ, ഒരു മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള ഒരു സ്ഥാപനമാണ് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മാത്രമല്ല, അത് ഒരു മെറ്റഫോറിക് സെൻസ് മാത്രമല്ല, ഈ സ്ഥാപനം നിലകൊള്ളുന്നതും ജോഗ്രഫിക്കലി ഒരുപാട് ഗ്രീനറിയുടെ ഇടയിലാണ്. അപ്പോൾ അത് തന്നെ കുട്ടികൾക്ക് വലിയ ഒരു പുതിയ ഒരു അക്കാഡമിക് എക്സ്പീരിയൻസും എക്സ്പോഷറും ഉണ്ടാക്കും. കാരണം ഇപ്പോൾ ഇവിടെയുള്ള മഡ് ഫുട്ബോളൊക്കെ പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വെള്ളവും മണ്ണും അതുപോലെ തന്നെ പാടവും ഒക്കെ എന്താണെന്നുള്ള അറിയാനുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ദീസ് വിൽ ബി റിയൽ ജെംസ് ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദർ ഫ്യൂച്ചർ മെമ്മറീസ്. ഇന്ന് മനുഷ്യനുള്ള ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് മെമ്മറീസ് നിലനിർത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് നമുക്ക് എത്രയും എടുക്കാം. അപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് മെമ്മറബിൾ ആവുന്നില്ല, കാരണം ആയിരക്കണക്കിന് എടുക്കാം. 128 GB കഴിയുന്നവരെ നമുക്ക് എടുക്കാം. അതുപോലെ മറ്റ് എന്തെങ്കിലും ടാഞ്ചിബിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നുമില്ല, എല്ലാം വെർച്വലാണ്. അപ്പോൾ
എനിക്ക് ചെറുപ്പത്തിൽ കളിക്കാൻ പറ്റിയ കളികളൊക്കെ എനിക്ക് വലിയ മെമ്മറീസാണ്, റൈറ്റ്. പക്ഷെ എൻ്റെ കുട്ടികൾക്ക് അത് ആ സ്ക്രീൻ ഓഫ് ആകുന്നതോടെ ആ മെമ്മറി പോവാണ്, കളിച്ച മെമ്മറീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലോസ് ഓഫ് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ആ ഓർമ്മകൾ ഇവിടെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നിലനിൽക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കും. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഒരു നേരം നമ്മളുമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായ സാറിന് ഒരുപാട് നന്ദി. സാഹിത്യയാത്രയിൽ ഒരുപാട് ദൂരം താണ്ടുവാൻ വേണ്ടി സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.